നമസ്കാരം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് DME DHS പ്രൊമോഷൻ സാധ്യതകളെ പറ്റിയാണ്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, സ്റ്റാഫ് നഴ്സസ് അല്ലാതെ മറ്റു റാങ്ക് ലിസ്റ്റുകാർ ഒരുപാട് പേരിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആദ്യം ഈ DME DHS വിഷയം സംസാരിച്ച് തീർക്കേണ്ടതുണ്ട്. അതായത് അവരുടെ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇതിനുശേഷം ഞാൻ ജനറലായിട്ട് എല്ലാ PSCയിലും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോസ് മറ്റുള്ളവർ കണ്ടാൽ തന്നെ നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന ചില ടിപ്സുകൾ, പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉപകരിക്കും. കാരണം ഇത് നിങ്ങളുടെ വകുപ്പുമായിട്ട് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. DME DHS പ്രൊമോഷൻ സാധ്യതകൾ. DMEയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സസ്, അതായത് ഇത്തിരി മുതിർന്ന ഹെഡ് നഴ്സസ്, അത് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 സ്റ്റാഫ് നഴ്സസ് പലരും റാങ്ക് ഹോൾഡേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. DME വരുന്നതാണ് പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതൽ. കാരണം അവരൊക്കെ 4-5 വർഷം കൊണ്ട് ഗ്രേഡ് 1 ആയിട്ടുണ്ട്. അതേപോലെ 10-12 കൊല്ലം കൊണ്ട് ഹെഡ് നഴ്സ് ആയവരുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ സാധ്യതകൾ DMEയിലുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ DME സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പലരും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതനുസരിച്ച് പലരും എന്നോടും തന്നെ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായം തിരിച്ചാണ്. ഞാനിന്ന് ഈ വീഡിയോകൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ അഭിപ്രായമാണ്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ആധികാരികമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടിയത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ DME DHS എന്നൊരു ബൈഫർക്കേഷൻ വന്നത് 2010-ലാണ്. അതിന് മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് നഴ്സ് ഒരു എക്സാമേ വിളിക്കുകയുള്ളൂ. അത് ഡിസ്ട്രിക്ട് വൈസ് എക്സാമാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു എക്സാം, കൊല്ലം ജില്ലയ്ക്ക്, ആലപ്പുഴ ജില്ലയ്ക്ക് വേറെ എക്സാംസ് ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ജില്ലയിൽ ഉൾപ്പെട്ടോ ആ ജില്ലയിലായിരിക്കും നമുക്ക് നിയമനം ലഭിക്കുന്നത്. 2010-ലാണ് ബൈഫർക്കേഷൻ നടന്ന് DME എന്നൊരു പ്രത്യേക വകുപ്പ് രൂപപ്പെടുന്നത്. ആ സമയത്ത് DHSൽ തന്നെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച സമയമായിരുന്നു. അതുകൊണ്ട് DME വകുപ്പ് രൂപപ്പെട്ടപ്പോഴത്തേക്കും DMEയിൽ മുഴുവൻ സ്റ്റാഫ് നഴ്സിനും, അതായത് ഈ കേരളത്തിലുള്ള മുഴുവൻ സ്റ്റാഫ് നഴ്സിനും ഓപ്ഷൻ കൊടുക്കാൻ അവസരമുണ്ടായിരുന്നു. DME വേണോ DHS വേണോ എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ പോയാൽ എങ്ങനെയാവും കാര്യങ്ങളെന്നുള്ള പേടിച്ചിട്ട് പലരും, മാത്രമല്ല സ്വന്തം സ്ഥലത്തേക്ക്, സ്വന്തം വീടിനടുത്തേക്ക് പോകാൻ പലർക്കും കിട്ടിയ അവസരമായതിനാൽ പലരും, 90% ആൾക്കാരും DHS ഓപ്റ്റ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം 600-700 ഒഴിവുകൾ DMEയിൽ വന്നു. അപ്പോൾ ഈ ഒഴിവുകൾ അങ്ങനെ കിടന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് DHSന് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് അന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് 2013 DMEക്ക് പ്രത്യേകം എക്സാം വിളിച്ചത്. അതുവഴി ആ ഒഴിവുകൾ ആദ്യത്തെ അഡ്വൈസിൽ ഫില്ല് ചെയ്തത്. അപ്പോൾ അതാണ് വേക്കൻസി ഫില്ല് ചെയ്ത കാര്യം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾക്ക് പ്രൊമോഷൻ ലഭിക്കുക എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നമ്മൾ ഗ്രേഡ് പ്രൊമോഷൻ നമുക്ക് ലഭിക്കും. അതായത് സ്റ്റാഫ് നഴ്സായിട്ട് ഗ്രേഡ് 2 ആയിട്ടാണ് നമ്മൾ എൻട്രി കേഡറിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ 8 കൊല്ലം നമ്മൾ സ്റ്റാഫ് നഴ്സായിട്ട് ഗ്രേഡ് 2 ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഗ്രേഡ് 1-നുള്ള സാലറി നമുക്ക് കിട്ടും. അതേപോലെ നമ്മൾ 16 കൊല്ലം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് നഴ്സിൻ്റെ സാലറി നമുക്ക് ലഭിക്കും. 21-23 കൊല്ലം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ സാലറി ലഭിക്കും. പക്ഷേ നമുക്ക് മുകളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഹെഡ് നഴ്സോ നഴ്സിംഗ് സൂപ്രണ്ടോ ആവുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡ് സാലറി ലഭിക്കും. ഇതാണ് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ. രണ്ടാമത്തെ തരത്തിലുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രൊമോഷൻ. നമ്മൾ ആ മുകളിലുള്ള പോസ്റ്റിലെ ഒഴിവ് അനുസരിച്ച് നമ്മൾ മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്നത് ഒരു പിരമിഡ് പോലെയാണ്. അപ്പോൾ ഈ പിരമിഡിന്റെ അടിവശം, അടിത്തട്ടെന്ന് പറയുന്നതായിരിക്കും എൻട്രി കേഡർ. എൻട്രി കേഡറിൽ ധാരാളം ഒഴിവുകൾ ഉണ്ടായിരിക്കും. അതിന് മുകളിലേക്കുള്ള ഹയർ പോസ്റ്റുകൾ വരുന്ന ഉടനെ അതിൻ്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെ മുകളിൽ ആ ടോപ്പ് ഒരു ഡയറക്ടർ എന്നുള്ള പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഓഫീസർ എന്നുള്ള പോസ്റ്റ്, അതൊക്കെ വരുന്ന ഉടനെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു പിരമിഡ് പോലെയാണ്. അതായത് ഓർക്കേണ്ടത്, ഈ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ആയിട്ട് കയറുന്ന എല്ലാവർക്കും ഒരിക്കലും നഴ്സിംഗ് സൂപ്രണ്ട് ആവാൻ കഴിയില്ല. എല്ലാവർക്കും ഹെഡ് നഴ്സ് ആവാൻ സാധിക്കില്ല. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വരുന്ന ഒഴിവുകളാണ്.
ആ ഐഡിയ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ബൈഫർക്കേഷൻ സംഭവിച്ചപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന, അതായത് DME ഓപ്റ്റ് ചെയ്തവരുടെ മുകളിൽ ഉണ്ടായിരുന്ന സീനിയേഴ്സായിട്ട് ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും DHS ഓപ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ അവരുടെ മുകളിൽ ഒഴിവ് വന്നപ്പോഴത്തേക്കും ഗ്രേഡ് 2 സ്റ്റാഫ് നഴ്സായിട്ട് നിന്നവരെല്ലാം ഗ്രേഡ് 1 സ്റ്റാഫ് നഴ്സായി. അതുപോലെ ഗ്രേഡ് 1 നിന്നവരെല്ലാം ഹെഡ് നഴ്സായി. ഹെഡ് നഴ്സായിട്ട് നിന്നവരൊക്കെ നഴ്സിംഗ് സൂപ്രണ്ടായി. ഇത് അന്ന് സംഭവിച്ച കാര്യമാണ്. അതിന് തുടർച്ചയായിട്ട് അതിൽ നിന്ന് കഴിഞ്ഞു വന്ന റാങ്ക് ലിസ്റ്റിൽ കയറിയവർക്കും ആദ്യം കയറിയവർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടാകും. കാരണം അവരാദ്യം ഈ സർവീസിൽ കയറിയതുകൊണ്ട്. പക്ഷേ അതിനുശേഷവും ഏകദേശം കഴിഞ്ഞ വർഷം തന്നെ 700-900 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ക്രിയേഷൻ വഴി കയറിയവർക്ക് എന്തുമാത്രം പ്രൊമോഷൻ സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അത് അത്രയും പ്രൊമോഷൻ സാധ്യതകൾ ഇല്ല എന്നുള്ളത്. അത് കൃത്യമായിട്ട് ഞാനത് എക്സാമ്പിൾസ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ വകുപ്പിൽ വർക്ക് ചെയ്തിരുന്നവർ പറയാൻ കാര്യം, ഈ DMEയിൽ വന്നാൽ പ്രൊമോഷൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ ഒരു ഡിഫൈൻഡ് റൂൾ ഇല്ല. DMEയിൽ ഇത്ര വർഷമാകുമ്പോൾ ഹെഡ് നഴ്സ് ആകാമെന്നോ ഇത്ര വർഷമാകുമ്പോൾ ഗ്രേഡ് 1 സ്റ്റാഫ് നഴ്സ് ആകാം എന്നൊരു ഫിക്സഡ് റൂൾ ഇല്ല. അപ്പോൾ അത് നമ്മുടെ മുകളിലുള്ള ഒഴിവ് അനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. DME DHS ഓരോ പോസ്റ്റുകളുടെയും കമ്പാരിസൺ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഒരു പിരമിഡ് പോലെയാണ് നമ്മളുടെ ഈ പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറയുന്നത്. അടിത്തട്ടിയിൽ നമ്മളുടെ എൻട്രി കേഡർ വേക്കൻസി വളരെ കൂടുതലായിരിക്കും. ഇതിൽ തന്നെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്നത് DME ആണെങ്കിലും DHS ആണെങ്കിലും എണ്ണത്തിൽ വളരെ കൂടുതലായിരിക്കും. ഗ്രേഡ് 1 വേക്കൻസി ഗ്രേഡ് 2 ഈക്വലായിരിക്കും, തുല്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പേ കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗ്രേഡ് 1 ഗ്രേഡ് 2 വേക്കൻസികൾ തുല്യമായിരിക്കും. മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഹെഡ് നഴ്സ് പോസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. 2:2:1 മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പ്രതാപൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഓർഡർ ഉണ്ട്. അതായത് 2 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2-ന് 2 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1-ന് 1 ഹെഡ് നഴ്സ്, അതായത് 5-1 ഹെഡ് നഴ്സ് ആയിരിക്കണം എന്ന ഓർഡർ ഉണ്ട്. പക്ഷേ ഈ ഓർഡർ പ്രകാരമല്ല ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് റേഷ്യോ പ്രൊമോഷൻ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ സംഘടനയായ KGNA സമരം ചെയ്യുന്നത്. ഈ റേഷ്യോ പ്രൊമോഷൻ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എൻട്രി കേഡറായിട്ട് നിൽക്കുന്ന നമ്മൾക്ക് മുന്നോട്ട് പോകും തോറും പ്രൊമോഷൻ സാധ്യതകൾ കുറഞ്ഞു വരും. ഹെഡ് നഴ്സ് പോസ്റ്റുകളുടെ എണ്ണം അതേപോലെ തന്നെ മുകളിലേക്കുള്ള പോസ്റ്റുകളുടെ എണ്ണം കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലൊരു പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ പോസ്റ്റിൻ്റെ എണ്ണം ഞാൻ അടുത്ത ചാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ശ്രദ്ധിക്കാം. ഹെഡ് നഴ്സിന് മുകളിൽ DMEയിൽ നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 2, നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 1, അതിന് മുകളിൽ നഴ്സിംഗ് ഓഫീസർ, ഇത്രയും പോസ്റ്റുകൾ മാത്രമേ DMEയിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സിന് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതായത് നിങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള മാക്സിമം ചാൻസ് എന്ന് പറയുന്നത് DMEയിൽ നഴ്സിംഗ് ഓഫീസറാണ്. പക്ഷേ DMEയിലെ ഏറ്റവും ഹയർ പോസ്റ്റ് എന്ന് പറയുന്നത് ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അതായത് JDNE എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ഈ JDNE എന്ന പോസ്റ്റ് നമുക്ക് സർവീസിൽ നിന്ന് സീനിയറായി പ്രൊമോഷൻ ചാൻസ് അല്ല. ഇത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗിൽ, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കയറുന്നവരിൽ അസോസിയേറ്റ് പ്രൊഫസറായി അങ്ങനെ അതിൽ നിന്ന് ഉള്ള ഏറ്റവും പ്രൊമോഷൻ പോസ്റ്റാണ് ഈ JDNE. അതേപോലെ തന്നെ KNMCയിലെ രജിസ്ട്രാർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പോസ്റ്റുകളും ഇത് ഈക്വലൻ്റാണ്. അതായത് കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നാണത് പ്രൊമോഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് DMEയിലെ ഹയർ പോസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് നമ്മൾ സർവീസ് സൈഡിൽ കയറുന്ന നമ്മൾക്ക് പ്രൊമോഷൻ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേസമയം DHSലേക്ക് നോക്കുക. DHSലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 2-ൻ്റെ എണ്ണം തന്നെ വളരെ കൂടുതലാണ്. നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 1 ഉണ്ട്, നഴ്സിംഗ് ഓഫീസർ ഉണ്ട്. അതിന് മുകളിൽ ഡിസ്ട്രിക്ട് നഴ്സിംഗ് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. അതായത് 14 ജില്ലയ്ക്കും ഒരു ഡിസ്ട്രിക്ട് നഴ്സിംഗ് ഓഫീസറുണ്ട്. അതുകൂടാതെ അതിന് മുകളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ നഴ്സിംഗ് സർവീസ് ഉണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർ നഴ്സിംഗ് ഉണ്ട്, അഡീഷണൽ ഡയറക്ടർ നഴ്സിംഗ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് കമ്പാരിസൺ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഇതിൻ്റെ ഓരോ പോസ്റ്റുകളുടെ എണ്ണവും സാലറിയും അനുസരിച്ചിട്ടുള്ള ചാർട്ട് ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ നോക്കാം. ഇത് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ സോർട്ട് ചെയ്ത് ഒരു ടേബിളുമാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണ്. ഇത് എടുത്തിട്ടുള്ളത് ശരിക്കും പേ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞു, 10th പേ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ പോസ്റ്റുകളുടെ സാലറി, ഏതൊക്കെ പോസ്റ്റുകളുണ്ട് എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പ്രകാരം മെഡിക്കൽ എഡ്യൂക്കേഷൻ നോക്കുക. ഏറ്റവും ഹയർ പോസ്റ്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഓഫീസറാണ്. ശമ്പളം 42,500 ആണ്. അത് പോസ്റ്റിൻ്റെ എണ്ണം 8 എണ്ണേ ഉള്ളൂ.
അതായത് 8 മെഡിക്കൽ കോളേജിലായിട്ട് 8 നഴ്സിംഗ് ഓഫീസർ പോസ്റ്റേ ഉള്ളൂ. നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 1 39,500 പോസ്റ്റിൻ്റെ എണ്ണം 50. നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 2 35,700 പോസ്റ്റിൻ്റെ എണ്ണം 33. ഹെഡ് നഴ്സ് 32,300 പോസ്റ്റ് 576 മാത്രമേ ഉള്ളൂ. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 29,200 പോസ്റ്റ് 1,526 പ്ലസ്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 27,800 1,526 പ്ലസ്. ഈ പ്ലസ് ഇട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളക്ട് ചെയ്തതിൽ ഡേറ്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം വരാം. അതായത് പോസ്റ്റ് ക്രിയേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതുമായിട്ട് ചിലപ്പം 20, 30, 100 പോസ്റ്റുകളുടെ എണ്ണം വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഹയർ പോസ്റ്റുകളുടെ എണ്ണം കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിന് വിവരാവകാശം അനുസരിച്ച് ചോദിക്കുകയോ നിങ്ങൾക്ക് എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. DHS നോക്കുന്നുണ്ടെങ്കിൽ DMEയിൽ നഴ്സിംഗ് ഓഫീസറാണ് ഹയർ പോസ്റ്റിംഗിൽ അതിന് മുകളിൽ 4 പോസ്റ്റുകളുണ്ട്. അപ്പോഴത്തേക്കും അവരുടെ ശമ്പളം തന്നെ നോക്കുക. 45,800 ഡിസ്ട്രിക്ട് നഴ്സിംഗ് ഓഫീസർ, അത് 14 പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ നഴ്സിംഗ് സർവീസ് 1 പോസ്റ്റ് 45,800 ശമ്പളം. ഡെപ്യൂട്ടി ഡയറക്ടർ നഴ്സിംഗ് 55,350 ആണ് ശമ്പളം, 1 പോസ്റ്റ്. അഡീഷണൽ ഡയറക്ടർ നഴ്സിംഗ് 68,700 1 പോസ്റ്റ്. ഓക്കെ, നഴ്സിംഗ് ഓഫീസർ തന്നെ നോക്കുക, DMEക്കാളും കൂടുതലുണ്ട്. നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 1 നോക്കാം, 93 പോസ്റ്റ് ഉണ്ട്. നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 2 നോക്കുക, 140 പോസ്റ്റ് ഉണ്ട്. ഹെഡ് നഴ്സ് നോക്കുക, 1,503 ഉണ്ട്. അതായത് DMEക്കാളിലും 2 മടങ്ങ് കൂടുതലുണ്ട്. അതേപോലെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 3,258. ഇതും ആർദ്രം പദ്ധതിയൊക്കെ വഴി പോസ്റ്റ് ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പ്ലസ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നാലും മൊത്തം സ്റ്റാഫിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ DMEയുടെ ഇരട്ടിയേക്കാളിലും കൂടുതലുണ്ട് DHSലെ സ്റ്റാഫിൻ്റെ എണ്ണം. അപ്പോൾ ഈ പോസ്റ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് തന്നെയാണ് നമ്മുടെ പ്രൊമോഷൻ സാധ്യത. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ DMEയിൽ വന്നാൽ പ്രൊമോഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആ ഡേറ്റ്, നിങ്ങളുടെ അഡ്വൈസ് ഡേറ്റും നിങ്ങൾക്ക് മുന്നിൽ സർവീസിലുള്ളവരുടെ ഏജും അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുമുമ്പ് ഈ കമ്പാരിസൺ നോക്കുക. കമ്പാരിസൺ ഓഫ് DME ആൻഡ് DHS റിഗാർഡിങ് ഹയർ പോസ്റ്റ്. DMEയിൽ ഗസറ്റഡ് പോസ്റ്റ് മുഴുവൻ എടുത്ത് എണ്ണി നോക്കിയാൽ 91 ഗസറ്റഡ് പോസ്റ്റേ ഉള്ളൂ. DHS 262 ഗസറ്റഡ് പോസ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് നഴ്സിംഗ് സർവീസിൽ സ്റ്റാഫ് നഴ്സ് നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 2 മുതലാണ് ഗസറ്റഡ് പോസ്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 91 ഗസറ്റഡ് പോസ്റ്റേ ഉള്ളൂ DMEയിൽ. ഹെഡ് നഴ്സിൻ്റെ പോസ്റ്റ് 576, DHSൽ അത് 1,503 ഉണ്ട്, ഓൾറെഡി പറഞ്ഞല്ലോ. അതേപോലെ സ്റ്റാഫ് നഴ്സ് ഇപ്പോൾ ഇരട്ടിയുണ്ട് നമുക്ക് ഈ DME DHS നോക്കുകയാണെങ്കിൽ DHSൽ. അപ്പോൾ പോസ്റ്റുകളുടെ എണ്ണം കൂടുതലുള്ളിടത്ത് തന്നെ ആയിരിക്കും പ്രൊമോഷൻ സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ അനുമാനം. ഈ പറയുന്ന ഡേറ്റയെല്ലാം ഞാൻ കളക്ട് ചെയ്യുന്നതാണ്, നിങ്ങളോട് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ DME ജോയിൻ ചെയ്യാനോ DHS ജോയിൻ ചെയ്യാനോ പറയുകയല്ല, ഈ രണ്ടും തമ്മിലുള്ള കമ്പാരിസണാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഏത് തീരുമാനമാണോ എടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. DHSലെ സ്ഥാപനങ്ങളുടെ എണ്ണമാണ് ഈ ലിസ്റ്റ്. ഓരോ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. മൊത്തം 5,403 സ്ഥാപനങ്ങൾ DHSൻ്റെ കീഴിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പോസ്റ്റുകളുടെ എണ്ണം കൂടുന്നത്. പിന്നെ വേറൊരു ട്രെൻഡെന്ന് പറയുന്നത് DME എന്ന് പറയുന്ന വകുപ്പ് ഉണ്ടായിട്ട് 2010 ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മെഡിക്കൽ കോളേജുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എടുത്ത ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ് ക്രിയേഷൻ നടത്തിയപ്പം 120 സ്റ്റാഫ് നഴ്സ് പോസ്റ്റാണ് എടുത്തത്. 120 സ്റ്റാഫ് നഴ്സ് പോസ്റ്റ്, 13 ഹെഡ് നഴ്സ് പോസ്റ്റ്, 2 ഗ്രേഡ് 2 നഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ്, 1 ഗ്രേഡ് 1 നഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ്. ഇത്രയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് പുതിയൊരു മെഡിക്കൽ കോളേജ് സർക്കാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എടുത്ത പോസ്റ്റുകൾ. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹയർ പോസ്റ്റുകളുടെ എണ്ണം വളരെ പരിമിതമായിട്ട് മാത്രമേ സർക്കാർ സൃഷ്ടിക്കുകയുള്ളൂ. അപ്പം പുതിയ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് ഒന്ന് കോന്നി മെഡിക്കൽ കോളേജാണ്. ഇപ്പോൾ ഒരു കോന്നി മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ പോലും അവിടെ ഹയർ പോസ്റ്റുകൾ അവർ വളരെ ചുരുക്കം, അതായത് 1 നഴ്സിംഗ് ഓഫീസറും 2 നഴ്സിംഗ് സൂപ്രണ്ടും ഗ്രേഡ് 1 അല്ലെങ്കിൽ 3 നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 2 അങ്ങനെ വളരെ ചുരുക്കമായിട്ടേ ഹയർ പോസ്റ്റുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ എൻട്രി കടലിൽ പോസ്റ്റുകളുടെ എണ്ണം 100, 150, 200 ചിലപ്പോൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജാണ്.
പുതിയതായിട്ട് ഇനി എന്തെങ്കിലും വരാൻ സാധ്യതയുള്ളത്. അതേപോലെ മഞ്ചേരി മെഡിക്കൽ കോളേജും അവിടെയും DHSന് കീഴാണ് ഹോസ്പിറ്റൽ. എന്തെങ്കിലും ഹോസ്പിറ്റൽ DMEക്ക് വേണ്ടിയിട്ട് വരികയാണെങ്കിൽ ഇതേപോലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ വരാം. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എണ്ണം DMEയിൽ കുറവാണ്. അപ്പോൾ കുറവാണ്, അതുകൊണ്ട് തന്നെ ഹയർ പോസ്റ്റുകളുടെ എണ്ണവും കുറവാണ്. ഇനി പുതിയ പുതിയ മെഡിക്കൽ കോളേജുകൾ സൃഷ്ടിക്കുമ്പോൾ, അതായത് DME വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ പോലും ഹയർ പോസ്റ്റുകളുടെ എണ്ണം കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ട്രെൻഡ് നമ്മൾ ശ്രദ്ധിക്കണം. പ്രൊമോഷനുള്ള പ്രധാനമായ ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതായത് നിങ്ങൾ 35 വയസ്സിലാണ് സർവീസിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നീടുള്ള സർവീസ് പീരീഡ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ജൂനിയേഴ്സ് നിൽക്കുമ്പോൾ തന്നെ, അതായത് ഏജിൽ നിങ്ങളെക്കാളും കുറഞ്ഞവർ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ റിട്ടയർ ആയി പോകും. പക്ഷേ ഒരു ഏജ് കുറവുള്ള ആൾ സർവീസിലേക്ക് വരുമ്പോഴത്തേക്കും അയാൾക്ക് സർവീസ് പീരീഡ് കൂടുതലുള്ളത് കൊണ്ട് പ്രൊമോഷൻ, എല്ലാ തരത്തിലുള്ള പ്രൊമോഷനും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ ഏജ് വളരെ ഒരു ഫാക്ടറാണ്. അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, DHS ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് 2010 അതായത് ഇപ്പോൾ ഉള്ള നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റിന് മുമ്പുള്ള റാങ്ക് ലിസ്റ്റിന് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ടൈം 2010 ഈ 2010 BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജനറലൈസിങ് കഴിഞ്ഞ് 3.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അന്ന് അപേക്ഷിക്കാൻ പറ്റുന്നവരുടെ എണ്ണം, അതായത് ഏജ് എന്ന് പറയുന്നത് 1989. നമുക്ക് ഇതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. 1990 അടിച്ച് ഒരു റിസൾട്ട് പോലും വരുന്നില്ല. 89 നോക്കാം. 89 68 പേരുടെ കാണിക്കുന്നുണ്ട്. 88 നോക്കാം, 159 പേരെ കാണിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം കാണിച്ചതാണ്. അതായത് ഇത് ഫുൾ റാങ്ക് ലിസ്റ്റാണ്. ഫുൾ റാങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലെ മുഴുവൻ പേരെ എടുത്തിട്ടില്ല. മെയിൻ ലിസ്റ്റിലെ 260 വരെ കണ്ട് ഇതിൽ OC എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം നിങ്ങൾക്ക്. 86, 85, 80. ഞാൻ ഈ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം 79, 78 ഇവരൊക്കെയാണ് സർവീസിലേക്ക് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം പുതിയതായിട്ട് സർവീസിലേക്ക് വരുന്നവർക്ക് ഈ ഒരു ഏജ് ഗ്യാപ്പ് വളരെയധികം ഗുണം ചെയ്യും. അതായത് DHSൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ ജില്ലകളിലും ഒരു 50-ൽ താഴെ അപ്പോയിൻമെൻറ്റുകളെ നടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ കൂടിപ്പോയ 100. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം DHSലേക്ക് കയറുന്നവർക്ക് നാളെ ഒരു സമയത്ത് നിങ്ങൾ സീനിയോറിറ്റി ലിസ്റ്റിൽ എന്തായാലും മുകളിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് DHSലെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അതേസമയം DME എക്സാം വിളിക്കുന്നത് 2013. ഈ 2013 1992 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതായത് ഈ റാങ്ക് ലിസ്റ്റ് ഞാൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നോക്കുക, മുകളിൽ 120 പേര് 1992 ഉണ്ട്. 93 ആരെങ്കിലും ഉണ്ടോ നോക്കാം. 93 ആരുമില്ല. 91 നോക്കാം. 91 307 പേരുണ്ട്. 89 നോക്കാം. 89 800 പേരുണ്ട്. 88 നോക്കാം. 1010 പേരുണ്ട്. അങ്ങനെ ഒരു ഉദാഹരണം കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിലെ മുഴുവൻ പേരെ എടുത്തിട്ടുള്ളതാണ്, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ DMEയിൽ കയറുന്ന നിങ്ങളുടെ ഏജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത. അതായത് ഈ 2000-ന് മുകളിൽ നിയമനങ്ങൾ ഈ കഴിഞ്ഞ DME റാങ്ക് ലിസ്റ്റിൽ നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പേരും നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. DMEയിലെ ഹയർ പോസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. 91, ഹെഡ് നഴ്സ് 570. ബാക്കി വരുന്ന അപ്പോൾ ഈ നമുക്കൊരു ഇനി കയറുന്നവർക്ക് ഒരു ഹെഡ് നഴ്സ് ആവാനുള്ള സാധ്യത പോലും വളരെ കുറവാണ്. അതായത് നിങ്ങൾ റിട്ടയർമെൻറ്റ് അടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് വളരെ എത്തുമ്പോഴായിരിക്കും എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ നിങ്ങൾക്ക് ഹെഡ് നഴ്സ് ആവാൻ പറ്റുന്നത്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1 ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആവാൻ പറ്റിയിരിക്കും. കാരണം പോസ്റ്റ് ക്രിയേഷനുകൾ, എൻട്രി കയറിൽ പോസ്റ്റ് ക്രിയേഷൻ കൂടുന്തോറും സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1-നെയും ഗ്രേഡ് 2-നെയും ഈക്വലായിട്ട് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഗ്രേഡ് 1 ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് DHSൽ നിൽക്കുന്നതിനേക്കാളും പെട്ടെന്ന് നിങ്ങൾ ചിലപ്പം DMEയിൽ വന്നാൽ ഗ്രേഡ് 1 ആകും. പക്ഷേ അതിന് മുകളിലേക്ക് ഹെഡ് നഴ്സ് ആവാനുള്ള ഹെഡ് നഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. മാത്രമല്ല ഒരേ ഏജ് ഗ്രൂപ്പുകാർ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2000 പേരോളം ഒരേ ഏജ് ഗ്രൂപ്പുകാർ നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവരത്രയും പേരും റിട്ടയർ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്കൊരു സാധ്യത കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. നിങ്ങൾക്കത് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ സർവീസുമായിട്ട് കൈകാര്യം ചെയ്യുന്ന നല്ല എക്സ്പേർട്സിനോട് സംസാരിച്ചാൽ
കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. എൻ്റെ ഒരു കണക്കൂട്ടലാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു സാധ്യതയുണ്ട്, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. അതായത് ഏജ് ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നതിൽ. DME DHS പ്രൊമോഷൻ കമ്പാരിസനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇത് ഞാൻ കളക്ട് ചെയ്തത്, എനിക്ക് കിട്ടിയ ഡേറ്റ വെച്ചിട്ട് ഞാൻ എത്തിയ കൺക്ലൂഷനാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നാളെ ഒരു സമയത്ത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല, കാരണം നിങ്ങളൊരു തെറ്റായ തീരുമാനം എടുത്തു എന്ന്. ഇത് സ്വയമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ്. ഞാനതിൻ്റെ ഒരു ഗൈഡ് ലൈൻ, ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഏജിൻ്റെ ഒരു ഗ്യാപ്പ് തന്നെ പറഞ്ഞത്, ഈ റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് അത്രയും കൃത്യമാണെന്ന് പറയാൻ പറ്റില്ല. സീനിയോറിറ്റി ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ ശരിക്കും എത്ര പേരാണ് ജോയിൻ ചെയ്തത്, അവരുടെയൊക്കെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചാലേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല DHS നമ്മൾ പഠിക്കുമ്പോൾ 14 ജില്ലയിലും മുൻ നടന്നിട്ടുള്ള നിയമനങ്ങൾ, അതിൽ കയറിയിട്ടുള്ളവരുടെ ഏജ്, ഇപ്പം നടന്നിട്ടുള്ള നിയമനങ്ങൾ, എത്ര നിയമനങ്ങളായി, ഇതൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പ്രൊമോഷന് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നത്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, നിങ്ങൾ തന്നെ അന്വേഷിച്ചറിയുക. ഓക്കെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.